ഇത് എഴുതിയത് കൊണ്ടാ ഞങ്ങൾ പറഞ്ഞത്, ഇത് എഴുതിയത് കൊണ്ടാ TP പറഞ്ഞത്. ഇതാ പ്രാർത്ഥന, ജിന്നിനോടുള്ള പ്രാർത്ഥനക്കാണ് ഈ ആളുകൾ വഴിയൊരുക്കുന്നത്. പ്രാർത്ഥിക്കാമെന്നത് തന്നെയാണ് ചർച്ച. അപ്പൊ പ്രാർത്ഥിക്കാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കേട്ടില്ലേ? ഏതാ പ്രബന്ധം അറിയോ? നേരത്തെ ഇവിടെ താജുദ്ദീൻ സ്വലാഹി അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. പക്ഷേ ഈ സംസാരത്തിൽ കേട്ട പ്രയോഗം എന്താ അറിയോ? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിക്കാൻ ഒരു പ്രബന്ധം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനനായ സാലിം കയ്യും ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മദീനിയും അതുപോലെ തന്നെ ബഹുമാനനായ റാഷിദ് ബിൻ ഖലീൽ അവര് അങ്ങനെ ഒരു പ്രബന്ധം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനനായ സെക്രട്ടറി, ശുദ്ധ കളവല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ 82 പേജുള്ള പ്രബന്ധം അത് പലരെ കയ്യിലുണ്ടല്ലോ, അതെങ്കിലും മനസ്സിലാക്കണ്ടേ? ആ പ്രബന്ധത്തിൽ അതിന്റെ ആദ്യാവസാനം മുതൽ ചർച്ചകളും മറ്റും വായിച്ചിട്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നാണോ പഠിപ്പിച്ചത്? ഒരു വരി കാണിച്ചോ നിങ്ങൾ? ഇല്ല. എന്നിട്ടോ അദ്ദേഹം എന്ത് കണ്ടില്ല? ഇതാ ഇതിന്റെ അവസാനത്തിൽ കിടക്കുമ്പോൾ 44-ാമത്തെ പേജ്, ഈ പ്രബന്ധത്തിന്റെ 44-ാമത്തെ പേജിൽ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യരായിട്ടുള്ള സീനിട്ടവർ വിഭാഗത്തിലെ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഇത് കേട്ടോളിയും. ഈ നുണ കേട്ട് നിങ്ങൾ ആ കുടയുടെ തണലിൽ നിൽക്കണ്ട, ചൂട് കൂടും. കേട്ടോളിയും. എന്താണ്? ഇതാ അതിൽ നിന്നും, ഏതിൽ നിന്ന്? ഈ പ്രബന്ധത്തിൽ കൊണ്ടുവന്ന മുഴുവൻ ചർച്ചകൾ, അതിൽ നിന്ന് മനസ്സിലാവുന്നത് ശിർക്കായ സഹായപേട്ടത്തെ കുറിച്ചാണ്. ശിർക്കെന്നും മൊത്തത്തിലുള്ള സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വഴിയായതിനാൽ അത് അനുവദനീയമല്ല എന്നുമാണ്. കണ്ടോ? അനുവദനീയമാക്കാനല്ല, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാനല്ല, മറിച്ചെന്തിനാണ്? അനുവദനീയമല്ല. ഇത്ര ഇവിടെ പ്രത്യേകം കാണാൻ വേണ്ടി അടിവരയിട്ട് കൊടുത്തിട്ട് പോലും നിങ്ങൾ ഈ പ്രബന്ധത്തിന്റെ പേരിൽ ഇത്ര വലിയ നുണ പറഞ്ഞ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ MD വിഭാഗത്തിൽ നിന്ന് കടമെടുത്ത ആ വാദം സ്ഥാപിക്കാൻ നിങ്ങൾ മെനക്കെടുകയാണ്.